എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന PSCയുടെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമായ ലുലു ട്വിൻ ടവർ സ്ഥിതി ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി കാക്കനാട്, കൊച്ചി കാക്കനാട്ടിലെ സ്മാർട്ട് സിറ്റിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമായ ലുലു ട്വിൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം പ്രധാനമായും എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം പ്രധാനമായും ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ചാണ് നടക്കുന്നത്. വിശാഖപട്ടണത്തിന് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ LPG ഭൂഗർഭ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരം, കർണാടകയിലെ മംഗലാപുരത്താണ്. വിശാഖപട്ടണത്തിന് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ LPG ഭൂഗർഭ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം വിരാജ്. ബ്ലേഡ് കൃത്രിമക്കാലുള്ള യുവ ആന ആയ വിരാജ് ആണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. ഇലോൺ മസ്കിൻ്റെ വൈദ്യുത വാഹന കമ്പനിയായ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ്. ഇലോൺ മസ്കിൻ്റെ വൈദ്യുത വാഹന കമ്പനിയായ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സല്ലാപം. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി. 2025 ജൂണിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ മത്സരത്തിൽ ഒന്നാമതെത്തിയത് നീരജ് ചോപ്രയാണ്. 2025 ജൂണിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ മത്സരത്തിൽ ഒന്നാമത് എത്തിയത്. ഭാരത സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം ഭാഷിണി എന്ന പ്ലാറ്റ്ഫോമാണ് ഭാരത സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം. കോർപ്പറേറ്റ് നിയമ പ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ MCA21 എന്ന പോർട്ടലാണ് കോർപ്പറേറ്റ് നിയമപ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ. സംസ്ഥാന ടൂറിസം വെബ്സൈറ്റുകളുടെ കൂട്ടത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത് കേരള ടൂറിസം വെബ്സൈറ്റ്. കേരളത്തിൻ്റെ ടൂറിസം വെബ്സൈറ്റിനാണ് സംസ്ഥാന ടൂറിസം വെബ്സൈറ്റുകളുടെ കൂട്ടത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത്. ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് വഴിയുള്ള ഡിജിറ്റൽ സംഭരണത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് വഴിയുള്ള ഡിജിറ്റൽ സംഭരണത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB സാഹിത്യ പുരസ്കാരമാണ് അടുത്തിടെ നിർത്തലാക്കിയ
രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം. ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള ഏറ്റവും പുതിയ പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ് ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള ഏറ്റവും പുതിയ പുരസ്കാരം ലഭിച്ചത്. 2025 സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് 99. 2025 സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് 99. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബോധപൂർണിമ എന്ന ക്യാമ്പയിനാണ് ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഇന്ത്യയിൽ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഗുജറാത്തിലെ കച്ചിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഗുജറാത്തിലെ കച്ചിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം സജ്ജീകരിച്ച എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം സജ്ജീകരിച്ച എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് അടുത്തിടെ ആരംഭിച്ച സംരംഭം നവ്യ നഴ്ചറിംഗ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെൻ്റ് ഗേൾസ്. നവ്യ എന്ന സംരംഭമാണ് കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് അടുത്തിടെ ആരംഭിച്ച സംരംഭം. 2024 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വ പുരസ്കാരത്തിന് അർഹരായത് KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് 2024 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വ പുരസ്കാരത്തിന് അർഹരായത്. KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡ്സിലെ ഹേഗിലായിരുന്നു 2025 നാറ്റോ ഉച്ചകോടി നടന്നത്. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ്റലിജൻറ്റ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വനിതാ ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റുകളിലും ടെസ്റ്റ്, ഏകദിനം, T20 തുടങ്ങിയ എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് സ്മൃതി മന്ദാന. വനിതാ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് സ്മൃതി മന്ദാനയാണ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചന പിത്തളശലഭം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചനയാണ് പിത്തളശലഭം. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ നേർവഴി എന്ന ക്യാമ്പയിനാണ് കേരളത്തിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സുഗമ്യ ഭാരത് ആപ്പ്. ഭിന്നശേഷിക്കാർക്കും
പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സുഗമ്യ ഭാരത് ആപ്പ്. രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക് 2024 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജി ദിലീപൻ. രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക് 2024 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജി ദിലീപനാണ്. 2024 മികച്ച വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പി ദീപകിൻ്റെ കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. 2024 മികച്ച വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പി ദീപകിൻ്റെ കൃതിയാണ് നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. 2024 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KR അജയൻ്റെ കൃതി ആരോഹണം ഹിമാലയം. 2024 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KR അജയൻ്റെ കൃതി ആരോഹണം ഹിമാലയം. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ. നിലവിലെ കേരള പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവിയാണ് റവാഡ എ ചന്ദ്രശേഖർ. കേൾവി പരിമിതരായ കുട്ടികൾക്കായി സ്കൂൾ തലത്തിൽ പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. കേരളമാണ് കേൾവി പരിമിതരായ കുട്ടികൾക്കായി സ്കൂൾ തലത്തിൽ പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തവരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി വയോസാന്ത്വനം. സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോസാന്ത്വനം. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആർ വെങ്കട്ടരമണി. ആർ വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? പ്രകാശ് രാജ്. നടൻ പ്രകാശ് രാജാണ് 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത്. കേരളത്തിലെ അവക്കാഡോ നഗരം, അവക്കാഡോ സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വയനാട് ജില്ലയിലെ അമ്പലവയൽ. വയനാട് ജില്ലയിലെ അമ്പലവയലാണ് കേരളത്തിലെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ മികവുറ്റ കോളേജുകളിൽ ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടാൻ ബിരുദ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര പരിശീലന പരിപാടി ധനുസ് പദ്ധതി. രാജ്യത്തെ മികവുറ്റ കോളേജുകളിൽ ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടാൻ ബിരുദ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര പരിശീലന പരിപാടിയാണ് ധനുസ് പദ്ധതി. കേരളത്തിലാദ്യത്തെ കാർബൺ സന്തുലിത, കാർബൺ ന്യൂട്രൽ വീട് കോഴിക്കോട് വേങ്ങേരിയിലുള്ള മേട. കോഴിക്കോട് വേങ്ങേരിയിലുള്ള മേട എന്ന വീടാണ് കേരളത്തിലാദ്യത്തെ കാർബൺ സന്തുലിത വീട്. ഇന്ത്യയിലാദ്യത്തെ ഡ്രോൺ പ്രതിരോധ, ആൻറ്റി ഡ്രോൺ പ്രതിരോധ നിരീക്ഷണ നിർവീര്യമാക്കൽ സംവിധാനം സ്ഥാപിച്ച തുറമുഖം ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖം. ഈ തുറമുഖം മുമ്പ് കാണ്ട്ല തുറമുഖം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പ്രതിരോധ നിരീക്ഷണ നിർവീര്യമാക്കൽ സംവിധാനം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്ന കമ്പനി കെയ്ൻസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. കെയ്ൻസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്ന കമ്പനി. 2023 കേരള സംസ്ഥാന ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് കെ കുഞ്ഞികൃഷ്ണൻ. 2023 കേരള സംസ്ഥാന ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് കെ കുഞ്ഞികൃഷ്ണനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽ വിത്തിനങ്ങൾ ജ്യോതി
ഉമ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽ വിത്തനങ്ങളായ ജ്യോതി, ഉമ എന്നിവയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽ വിത്തനങ്ങൾ. പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഇ വോട്ടിംഗ് സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ബീഹാറാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഇ വോട്ടിംഗ് സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 2025 ജോർജിയയിൽ നടന്ന ഫിഡെ വേൾഡ് കേഡറ്റ് ഗേൾസ് അണ്ടർ 10 ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ മലയാളി ദിവി ബിജേഷ്. ദിവി ബിജേഷാണ് 2025 ജോർജിയയിൽ വെച്ച് നടന്ന ഫിഡെ വേൾഡ് കേഡറ്റ് ഗേൾസ് അണ്ടർ 10 ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ മലയാളി. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ്റെ പേര് റെയിൽ വൺ. റെയിൽ വൺ എന്ന ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ. കേരളത്തിലെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക്സ് ഗവേഷണ വികസന കേന്ദ്രമായ സോഹോ ഗവേഷണ വികസന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള നെടുവത്തൂരിൽ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള നെടുവത്തൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക്സ് ഗവേഷണ വികസന കേന്ദ്രമായ സോഹോ എന്ന ഗവേഷണ വികസന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ഹരിതഗൃഹ വാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിനായി GOSAT GW ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ഗ്ലോബൽ വാട്ടർ സൈക്കിൾ എന്ന ഉപഗ്രഹം വികസിപ്പിച്ച് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിനായി GOSAT GW എന്ന ഉപഗ്രഹം വികസിപ്പിച്ച് വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രോട്ടീൻ ഉപയോഗത്തിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രോട്ടീൻ ഉപയോഗത്തിൽ ഒന്നാമത് എത്തിയത് കേരളമാണ്. കടുവാ സങ്കേതത്തിന് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശം വയനാട് വന്യജീവി സങ്കേതം. കടുവാ സങ്കേതത്തിന് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശം വയനാട് വന്യജീവി സങ്കേതമാണ്. വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം സീ ഫ്ലഡ് എന്ന പ്ലാറ്റ്ഫോമാണ് വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് 2 ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്താദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം അഞ്ചിഘഡ് ബ്രിഡ്ജാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്താദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം. RBIയുടെ 90 വർഷത്തെ യാത്രയും പ്രവർത്തനങ്ങളും സാധാരണക്കാരിൽ എത്തിക്കുന്നതിനായി പുറത്തിറക്കിയ വെബ് സീരീസ് RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദി റുപ്പി. RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദി റുപ്പി എന്ന വെബ് സീരീസാണ് RBIയുടെ 90 വർഷത്തെ യാത്രയും പ്രവർത്തനങ്ങളും സാധാരണക്കാരിൽ എത്തിക്കുന്നതിനായി പുറത്തിറക്കിയ വെബ് സീരീസ്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നോർക്ക റൂട്ട്സ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനും അതിലൂടെ തിരിച്ചറിയൽ കാർഡും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നോർക്ക റൂട്ട്സ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനും അതിലൂടെ തിരിച്ചറിയൽ കാർഡും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ. ഇന്ത്യയിലാദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലാദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത്. യാത്രക്കാരുമായി ഗണ്യമായ ദൂരം വിജയകരമായി പറന്ന ലോകത്തിലാദ്യത്തെ പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വിമാനം ബീറ്റ ടെക്നോളജീസിൻ്റെ
ആലിയ CX-300. ബീറ്റ ടെക്നോളജീസിൻ്റെ ആലിയ CX-300 എന്ന വിമാനമാണ് യാത്രക്കാരുമായി ഗണ്യമായ ദൂരം വിജയകരമായി പറന്ന ലോകത്തിലാദ്യത്തെ പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വിമാനം. ശുഭാൻശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഉപയോഗിച്ച റേഡിയോ അമച്വർ റേഡിയോ ഹാം റേഡിയോ എന്നും വിളിക്കാറുണ്ട്. അമച്വർ റേഡിയോ എന്ന സംവിധാനമാണ് ശുഭാൻശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഉപയോഗിച്ച റേഡിയോ സംവിധാനം. വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് നവകിരണം. വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് നവകിരണം പദ്ധതി. ഇന്ത്യൻ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത സബ് ലഫ്റ്റനന്റ് ആസ്ത പൂനിയയാണ് ഇന്ത്യൻ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത. വന്ദേ ഗംഗ ജലസംരക്ഷണ ജൻ അഭിയാൻ എന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജസ്ഥാൻ. വന്ദേ ഗംഗ ജലസംരക്ഷണ ജൻ അഭിയാൻ എന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് അഥവാ ചർമ്മ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യവ്യാപകമായി അക്കാദമിക് ജേർണലുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭം വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന സംരംഭമാണ് രാജ്യവ്യാപകമായി അക്കാദമിക് ജേർണലുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭം. കേരളത്തിൽ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറയിലാണ് കേരളത്തിൽ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്നത്. 2025 പി കേശവദേവ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശശി തരൂറാണ് 2025 പി കേശവദേവ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. രാജ്യത്താദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് രാജ്യത്താദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല കാസർഗോഡ്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കേരള മീഡിയ അക്കാദമിയുടെ 2024 ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായത് ജിതിൻ ജോയൽ ഹാരിമാണ് കേരള മീഡിയ അക്കാദമിയുടെ 2024 ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായത്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സർപ്പപാഠം പദ്ധതി. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം പദ്ധതി. യുവാക്കളെ ഡിജിറ്റൽ അംബാസഡർമാരായി ശാക്തീകരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി സഞ്ചാർ മിത്ര. യുവാക്കളെ ഡിജിറ്റൽ അംബാസഡർമാരായി ശാക്തീകരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ചാർ മിത്ര. ഇന്ത്യൻ കർഷകർക്കായി അഗ്രികൾച്ചറൽ മോണിറ്ററിംഗ് ആൻഡ് ഇവൻറ്റ് ഡിറ്റക്ഷൻ API ആരംഭിച്ചത് ഗൂഗിളാണ്. ഇന്ത്യൻ കർഷകർക്കായി അഗ്രികൾച്ചറൽ മോണിറ്ററിംഗ് ആൻഡ് ഇവൻറ്റ് ഡിറ്റക്ഷൻ AMED API ആരംഭിച്ചത് ഗൂഗിൾ. മുംബൈയിലെ കാർനാക് പാലം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്?
സിന്ദൂർ പാലം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്കായി മുംബൈയിലെ കാർനാക് പാലം സിന്ദൂർ പാലം എന്ന പേരിലാണ് പുനർനാമകരണം ചെയ്തത്. 2025 സ്റ്റുഡൻറ് ഓസ്കർ അഥവാ സ്റ്റുഡൻറ് അക്കാദമി അവാർഡ്സ് നാമനിർദ്ദേശ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം വാസു. സിദ്ധാർത്ഥ് ഹരികുമാർ സംവിധാനം ചെയ്ത വാസു എന്ന മലയാള ചിത്രമാണ് 2025 സ്റ്റുഡൻറ് ഓസ്കർ സ്റ്റുഡൻറ് അക്കാദമി അവാർഡ്സിൽ നാമനിർദ്ദേശ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം. ഉൽക്കാവർഷം പ്രവചിക്കാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖറാണ് ഉൽക്കാവർഷം പ്രവചിക്കാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ. നീതി ആയോഗിൻ്റെ 2025 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ ആരോഗ്യ സൂചിക പ്രകാരം നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 4. നീതി ആയോഗിൻ്റെ 2025 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ ആരോഗ്യ സൂചിക 2023-24 വർഷത്തെ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 4-ാമതാണ്. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്തമായി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്തമായി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി. 2025 ജൂലൈയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തി സി സദാനന്ദൻ മാസ്റ്ററാണ് 2025 ജൂലൈയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുമുള്ള വ്യക്തി. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങളിലേക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയാണ് നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങളിലേക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ പദ്ധതി. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലാദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആലപ്പുഴയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BISൻ്റെ ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലാദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി എൻപ്രൗഡ്, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. എൻപ്രൗഡ് എന്ന പദ്ധതിയാണ് ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള DRDO വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് വിഷ്ണു. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള DRDO വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് വിഷ്ണു. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽ ചെയറായ YD1 വികസിപ്പിച്ചത് IIT മദ്രാസ്. IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽ ചെയറായ YD1 വികസിപ്പിച്ചത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിൽ എത്തിക്കുന്നതിനുള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ. പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ എന്ന ആപ്ലിക്കേഷനാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിൽ എത്തിക്കുന്നതിനുള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ. ആധാർ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ച് റേഷൻ വിതരണം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം
ഹിമാചൽ പ്രദേശാണ് ആധാർ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ച് റേഷൻ വിതരണം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ആഴക്കടൽ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ INS നിസ്താർ എന്ന കപ്പലാണ് ആഴക്കടൽ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ മാലിന്യം ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ടു ഗോവ ദേശീയപാത 66. മഹാരാഷ്ട്രയിലെ മുംബൈ ടു ഗോവ NH-66 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് നിലവിൽ വന്നത്. മൊബൈൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. മൊബൈൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യം. കേരളത്തിൽ റെയിൽപാതയിൽ കവച് സുരക്ഷാ സംവിധാനം ആദ്യമായി വരുന്നത് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിൽ. കേരളത്തിൽ റെയിൽപാതയിൽ കവച് സുരക്ഷാ സംവിധാനം ആദ്യമായി വരുന്നത് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരങ്ങളിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുമുള്ള നഗരസഭ മട്ടന്നൂർ. കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരങ്ങളിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുമുള്ള നഗരസഭ. ഇന്ത്യൻ സൈന്യം ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വിജയകരമായി പരീക്ഷിക്കുകയും വിന്യസിക്കുകയും ചെയ്ത തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് പ്രൈം എന്ന സംവിധാനമാണ് ഇന്ത്യൻ സൈന്യം ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വിജയകരമായി പരീക്ഷിക്കുകയും വിന്യസിക്കുകയും ചെയ്ത തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം. ലോകത്തിലാദ്യത്തെ റെയിൻ മ്യൂസിയം മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻറാം. മേഘാലയയിലെ മൗസിൻറാമിലാണ് ലോകത്തിലാദ്യത്തെ റെയിൻ മ്യൂസിയം നിലവിൽ വരുന്നത്. 2025 സൂപ്പർ സ്വച്ഛ് സർവേഷൻ ലീഗ് പുരസ്കാരം നേടിയത് മധ്യപ്രദേശിലെ ഇൻഡോറാണ് 2025 സൂപ്പർ സ്വച്ഛ് സർവേഷൻ ലീഗ് പുരസ്കാരം നേടിയത്. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും സഹായം നൽകുന്ന കേരള പോലീസ് പദ്ധതി ഹോപ്പ് ഹെൽപ്പിംഗ് അവർ പീപ്പിൾ എക്സൽ. ഹോപ്പ് എന്ന പദ്ധതിയാണ് SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും സഹായം നൽകുന്ന കേരള പോലീസ് പദ്ധതി. രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ബിത്ര എന്ന ദ്വീപിനെയാണ് രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വികസിപ്പിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ അഡ്ഫാൽസിവാക്സ് എന്ന വാക്സിനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR വികസിപ്പിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ. പോർച്ചുഗലിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറാണ് പോർച്ചുഗലിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജമ്പ് താരം. ലേറ്റന്റ് ട്യൂബർകുലോസിസ് അണുബാധ കണ്ടെത്തുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച SciTB സ്കിൻ ടെസ്റ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ലേറ്റന്റ് ട്യൂബർകുലോസിസ് അണുബാധ കണ്ടെത്തുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച SciTB സ്കിൻ ടെസ്റ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലെ ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ആനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡിന് അർഹനായ മലയാളി സുരേഷ് എറിയാട്ടാണ്
അനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ്. ഈ അവാർഡിന് അർഹനായ മലയാളി. രാഷ്ട്രപതിയുടെ ADC പദവിയിലെത്തിയ ആദ്യ വനിത യശസ്വി സോളങ്കി. യശസ്വി സോളങ്കിയാണ് രാഷ്ട്രപതിയുടെ ADC പദവിയിലെത്തിയ ആദ്യ വനിത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.